വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്. അല്ലേ സുട്ടോ? ഞങ്ങളൊരു ട്രിപ്പ് പോവാണ്. ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഞങ്ങളൊരു 2 days ട്രിപ്പാണ്. 2 വ്ളോഗ്സ് ആയിട്ടായിരിക്കും ഇത് ഔട്ടായിട്ട് വരുന്നത്. കാരണം ഇന്നത്തെ ദിവസത്തെ ഒരു വ്ളോഗും നെക്സ്റ്റ് ഡേ നാളത്തെ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇറക്കണം എന്നാണ് ഞാൻ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യലും കാര്യങ്ങളൊക്കെ നടക്കാൻ ഡിപ്പെൻസ് ആയിരിക്കും എൻ്റെ വീഡിയോ പുറത്തിറങ്ങുന്നത്. അപ്പോൾ 2 days ട്രിപ്പ് ഇന്നിപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി ഞങ്ങൾ നേപ്പിയറിലേക്കാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ റൂമും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെക്കിങ് ടൈം എന്ന് പറയുന്നത് 2 o'clock ആണ്. അപ്പോൾ ഞങ്ങൾ 3 ഫാമിലിയാണ് പോകുന്നത്. ഞങ്ങളും അനിയനും അനിയൻ്റെ വൈഫും പിന്നെ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ഉണ്ട് ചിന്നു, അരുൺ, അങ്ങനെ പറയുന്നത് ഞങ്ങൾ മൊത്തം 6 adults 2 kidsഉം. 2 kids എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളും പിന്നെ എൻ്റെ മൂത്ത മോളും കൂടിയിട്ട് അങ്ങനെ 8 പേരാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളൊരു ഒന്നിച്ച് ഒരു വാനിലാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ പാക്കിങ് ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഇവിടെ ഒരു 7:45 ആവാറായിട്ടുണ്ട്. അപ്പോൾ ചിന്നുവിന് ഇന്നലെ നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പോൾ അവളുടെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് അവൾ വന്നിട്ട് വേണം ഇറങ്ങാനായിട്ട്. അപ്പോൾ ഓൾറെഡി അവിടെ ഇറങ്ങിയെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അവർക്കായിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വണ്ടി കയറാം, പോവാ എന്നാണ് ഇപ്പോഴത്തെ തൽക്കാലത്തെ പ്ലാൻ. അപ്പം അങ്ങനെ ഞങ്ങൾ 8:45 ആയിട്ടോ, 7:30 പ്ലാൻ ചെയ്ത ആൾക്കാർ 8:45 ആയപ്പോഴാണ് ഇറങ്ങുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ പെട്രോൾ പമ്പിലെത്തി പെട്രോൾ അടിക്കുകയാണ്. ഇപ്പം ഞങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൊയോട്ടയുടെ കസ്റ്റംസ് പറയും. അത് ഹൈ ഐസിൻ്റെ ആണ്, കുറച്ച് വലിയ മോഡലാണ്. ഇത് നമ്മുടെ ഇപ്പോൾ പുതിയൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടാവില്ലേ, അതിന് നമ്മുടെ റൈഫിൾ ക്ലബ്ബ്, അതിൽ വില്ലന്മാർ പറഞ്ഞ വണ്ടി ഇതാണ്. ഇപ്പോൾ 8 പേര് യാത്ര ചെയ്യാൻ വേണ്ടി വളരെ സുഖമാണ്. നമ്മുടെ പഴയ അംബാസഡർ കാറിൻ്റെ ഏകദേശം സീറ്റിങ്ങാണ്. സൂപ്പറാണ്. ഇങ്ങനെയൊക്കെ തിരിക്കാൻ വേണ്ടി വണ്ടി സീറ്റിംഗ് നല്ല കംഫർട്ട് ഉണ്ട്. ആക്ച്വലി ഞങ്ങൾക്ക് നേപ്പിയറിലേക്ക് 3 hours പ്ലസ് ട്രാവലിംഗ് ടൈം വരുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ഇവിടെ ഒരു ഡാം കണ്ടു. അപ്പോൾ വൈപ്പാപ്പ ഡാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ്. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ആവാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് റീഫ്രഷായി ഇനിയപ്പോൾ ഞങ്ങൾ തിരിച്ച് ബാക്ക് ടു വണ്ടിയിൽ കയറി പോവാണ്. ഭയങ്കര ചീവിടിൻ്റെ സൗണ്ടൊക്കെ ഉണ്ട്. വീഡിയോയിൽ കേൾക്കണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അപ്പം അങ്ങനെ വണ്ടി കയറാണ്. അപ്പം ഞങ്ങളങ്ങനെ ഹാഫ് വേ എത്തി ഫുഡ് കഴിക്കാം. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നപ്പോൾ ഓൾറെഡി 10 മണിയായിരുന്നു തോന്നുന്നു. കഴിക്കുന്നു ചിന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ചിന്നു. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നതാണ്. ഫുഡ് വിളമ്പുന്നു. ബ്രെഡും ചിക്കൻ കറി തീർന്നാ? എനിക്കുള്ള ചിക്കൻ കറി എവിടെ? കഴിഞ്ഞല്ലോ. ഫസ്റ്റ് ഡേ ട്രിപ്പിലെ ഫസ്റ്റ് പ്ലേസാണിത്, വൈപ്പുങ്ക ഫോൾസ്. വൈപ്പുങ്ക ഫോൾസിലേക്ക് എത്താനായിട്ട് ഞങ്ങൾക്ക് 2.5 hours ട്രാവലിംഗ് ടൈം എടുത്തായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ താഴത്തോട്ട് എത്താൻ നമുക്ക് പറ്റത്തില്ല. കാരണം അതിനായിട്ടൊരു വേ ഒന്നും ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. നമുക്ക് കാർ പാർക്കിൽ നിന്നിട്ട് മാത്രമാണ് ഈ ഒരു വ്യൂ നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഞങ്ങളങ്ങനെ ഫോൾസിലെത്തി. അടുത്തേക്ക് പോകാൻ പറ്റില്ല. ഇവിടെ നിന്നിട്ടാണ് ഞാൻ കാണാൻ പറ്റുള്ളൂ. നല്ലത് ദൂരെ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. കാണുന്നുണ്ട് ഇങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ.
അപ്പോൾ ഡയറക്റ്റ് കാണാമെന്നൊരു എക്സ്പെക്റ്റേഷനിൽ ആരും പോകരുത്. അപ്പം ഞങ്ങൾ ബുക്ക് ചെയ്ത പ്രോപ്പർട്ടിയിലെത്തി. അപ്പം ഞങ്ങൾ ജസ്റ്റ് റൂമിൻ്റെ ഉള്ളൊക്കെ കാണിച്ചു തരാം. ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് booking.com വഴിയായിരുന്നു. സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. റൂമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള റൂം തന്നെയായിരുന്നു കേട്ടോ. ടോട്ടൽ 6 ബെഡ്സ് ആയിരുന്നു അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 4 സിംഗിൾ ബെഡ്സും 1 ലാർജ് ബെഡായിരുന്നു കേട്ടോ. ചെക്ക് ഇൻ ടൈം വരുന്നത് 2 PM to 11 PM വരെയായിരുന്നു. അപ്പോൾ ഇൻ ബിറ്റ്വീൻ നമുക്ക് എപ്പോൾ ആണെങ്കിലും ചെക്ക് ഇൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യേണ്ടത് 10 AM ചെക്ക് ഔട്ട് ചെയ്യും വേണം. കുക്കിങ്ങിനായിട്ടുള്ള ഏരിയ ഉണ്ട്, കിച്ചൺ ഏരിയ. കോമൺ ഒരു ടോയ്ലറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഫ്രിഡ്ജും ചില്ലേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. 2 മണി ആയിരുന്നു അപ്പം ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തപ്പോൾ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് പിന്നെ ഇവിടെ നിന്ന് ഇനി പോകുന്നത്. അപ്പോൾ ലഞ്ച് ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ നിന്ന് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത് കേട്ടോ. ഒരു ലോണ്ട്രി ഏരിയ ഉണ്ട് ഇവിടെ. പിന്നെ ഔട്ട് സൈഡ് ഇങ്ങനെ തുണികളൊക്കെ തോരിടാൻ ഈ ഒരു ഏരിയ പ്രൈവറ്റായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഞങ്ങൾക്ക് നൈറ്റ് ഒരു ബാർബിക്യൂ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഏരിയയിലായിരുന്നു മെഷീനെങ്കിൽ ഇത്തിരി കൂടി നന്നായിരുന്ന ഒരു ചർച്ചയായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങനെ ചർച്ചയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിച്ചു. ഇനിയിപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു വൈൻ ഫാക്ടറിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ വൈൻ ഫാക്ടറി ചെന്നിട്ട് അതിൻ്റെ ബാക്കി അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. 1851 എസ്റ്റാബ്ലിഷ്ഡ് ചെയ്തിട്ടുള്ള ഒരു വൈനറി എസ്റ്റേറ്റ് ആണ് ഈ മിഷൻ എസ്റ്റേറ്റ് വൈനറി എന്ന് പറയുന്നത്. ഇതിൽ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് ഈ വൈനറി കയറിയിട്ട് വൈൻ ടേസ്റ്റ് ചെയ്തിട്ട് വൈൻ വാങ്ങണം എന്നായിരുന്നു. പക്ഷേ ഞങ്ങളൊരു ഉദ്ദേശിച്ച ടൈപ്പിൽ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. കാരണം അവിടെ ആരും ഉണ്ടായിരുന്നില്ല, നമുക്ക് ചോദിച്ച് ഫോട്ടോ എടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പം ഞങ്ങൾ ഈ ഡ്രൈവ് വേ ത്രൂ ഞങ്ങൾ അകത്തേക്ക് പോയി. അപ്പോൾ മുകളിൽ ചെന്നപ്പോൾ ഒരു എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ചെന്നിട്ട് ഒരു വൈൻ ഷോപ്പ് പോലെയാണ് കേട്ടോ ആക്ച്വലി. അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് വൈൻ ടേസ്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫാമിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കുക, പിന്നെ ഒരു വൈനും വാങ്ങുക എന്നൊക്കെയാണ്. ഞങ്ങൾ വൈനറി എസ്റ്റേറ്റിൽ പോയി. പക്ഷെ അവിടെ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച പോലെ വൈനൊന്നും വാങ്ങാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ കുറേയധികം മുന്തിരി കുറേ വിളഞ്ഞു നിൽക്കുന്നുണ്ട്. കുറച്ച് ഫോട്ടോ എടുത്തു. പക്ഷെ എനിക്ക് ആൾക്കാർ അലൗഡ് അല്ല. ജസ്റ്റ് വൈൻ നമുക്ക് കഴിക്കാമെന്നുള്ളൂ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് നേരെ ബൊട്ടാനിക്കൽ ഗാർഡനിലെത്തി. ഇവിടെ നേപ്പിയറിലെ ബൊട്ടാനിക്കൽ ഗാർഡനിലാണ്. പേടിയോ? വേണ്ട വേണ്ട വേണ്ട. കാട്ടറാണെങ്കിലും വാ. ആര്യനെ കൊന്ന് ബൊട്ടാനിക്കൽ ഗാർഡനിൽ ഞങ്ങൾ ഡയറക്റ്റ് പോയത് മാരി ടൊട്ടാര എന്ന് പറയുന്ന ഒരു വാട്ടർഫോളിലോട്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് ഇങ്ങനൊരു വേ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ നടക്കണം. ആക്ച്വലി ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഇത് ആക്ച്വലി ഒരു മൗറി വേർഡാണ്. അപ്പം ഞാനതിൻ്റെ സ്പെല്ലിങ് താഴെ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളെങ്ങനെ വായിക്കണം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ കോഷൻ സയൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വാട്ടറിൽ ആൽഗേസ് ഉണ്ടെന്നാണ് ഇവർ മെൻഷൻ ചെയ്തേക്കണം. സോ വാട്ടറിൽ ഇറങ്ങുന്നവർ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കണം. പിന്നെ കുട്ടികൾ എപ്പോഴും സൂപ്പർവൈസർ ആയിരിക്കണം എന്നൊക്കെ ഇവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.
We will throw സാധനം you. ഒന്നും പറ്റിയില്ലല്ലോ. ചാട് ചാടറാ ജമ്പ് ജമ്പ് മേ. 1 2 3. വാട്ടർഫോളിന് താഴെ എത്താനുള്ള പരിശ്രമത്തിലാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു നാരോ വഴിയിലൂടെ ഇങ്ങനെ നടന്നു. പക്ഷേ ഇതിൽ കൂടെ ആയിരുന്നില്ല, കാരണം ഇതിൽ കൂടെ ഇറങ്ങാം, പക്ഷെ ഇത്തിരി കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു വഴിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേറൊരു വഴി അപ്പുറത്തെ പ്രൊവൈഡറാണ്, അത് ഇത്തിരിയും കൂടി ഈസിയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ലോസ് ആയതുകൊണ്ട് അതില്ല, അപ്പോൾ ജസ്റ്റ് ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാട്ടർഫോൾ ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ബീച്ചിലേക്ക് എത്തിയേക്കാണ്. ബീച്ചിൻ്റെ വ്യൂ ഞാൻ കാണിച്ചു തരാം. ഫെബ്രുവരി 14 അനിയൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ ബാർബിക്യും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഓൾറെഡി 12 മണിയായിരുന്നു. അപ്പോൾ അവനെ വിളിച്ചെണീപ്പിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന ഒരു സീനാണ് കേട്ടോ അത്.